കൊച്ചി മെട്രോ ഉടൻ ഓടിത്തുടങ്ങും. കേന്ദ്ര മെട്രോ റെയിൽ സുരക്ഷാ കമ്മീഷണറുടെ അനുമതി ലഭിച്ചതോടെയാണ് കേരളത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. കൊച്ചി മെട്രോയുടെ സുരക്ഷാ സംവിധാനങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലായിരുന്നു കേന്ദ്ര മെട്രോ റെയിൽ സേഫ്റ്റി കമ്മീഷണർ കെ.എ. മനോഹറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയത്. സജ്ജീകരണങ്ങളിൽ പൂർണ്ണ തൃപ്തനാണെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം സിഗ്നലിംഗിലും യാത്രാവിവരണ സംവിധാനത്തിലും ചില മാറ്റങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയുള്ള അന്തിമ റിപ്പോർട്ട് KMRL കൈമാറി. ഇതോടൊപ്പമാണ് നിർദ്ദേശിച്ച മാറ്റങ്ങൾ പാലിച്ചുകൊണ്ട് ഓടിത്തുടങ്ങാൻ കൊച്ചി മെട്രോയ്ക്ക് അനുമതി നൽകിയത്. സുരക്ഷാ കമ്മീഷണറുടെ അനുമതി ലഭിച്ചതോടെ ആലുവ മുതൽ പാലാരിവട്ടം വരെയുള്ള റൂട്ടിൽ മെട്രോ വൈകാതെ ഓടിത്തുടങ്ങും. ഇതിന് മുന്നോടിയായി ട്രയൽ റണ്ണിംഗ് ഉടൻ ആരംഭിക്കുമെന്ന് KMRL അറിയിച്ചു. 13 കിലോമീറ്റർ ദൂരപരിധിയിൽ 11 സ്റ്റേഷനുകളാണ് ഉള്ളത്. കൊച്ചി മെട്രോയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഈ മാസം അവസാനത്തിലോ അടുത്ത മാസം ആദ്യത്തിലോ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വിവാദ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാതെ കേരള കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം പിരിഞ്ഞു. PJ ജോസഫും മോൻസ് ജോസഫും പങ്കെടുത്തു. CF തോമസിന്റെ സാന്നിധ്യത്തിൽ വിശദമായ ചർച്ച പിന്നീടെന്ന് KM മാണി യോഗത്തിന് ശേഷം പറഞ്ഞു. കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് വിശദ ചർച്ചയിലേക്ക് കടന്നില്ല. പനിയായതിനാൽ വിട്ടുനിന്ന CF തോമസിന്റെ സാന്നിധ്യത്തിൽ വിശദ ചർച്ച പിന്നീടെന്ന് KM മാണി വിശദീകരിച്ചു. CF തോമസ് സാറിൻ്റെ അഭാവത്തിൽ സാറ് പനിയായിട്ട് കിടക്കുകയാണ്. ഇനി സാറും കൂടെ വന്നിട്ട് ചർച്ച പൂർത്തിയാക്കാം എന്ന് കരുതി ഞങ്ങൾ പിരിയുകയാണ് ഉണ്ടായത്. കേരള കോൺഗ്രസ് പാർട്ടിക്ക് അത് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പാർട്ടിയിലെ പ്രശ്നങ്ങളിൽ വിശദമായ ചർച്ച വേണമെന്ന് PJ ജോസഫ് ആവശ്യപ്പെട്ടു. CF സാറിൻ്റെയും കൂടെ ഒരു സൗകര്യം നോക്കിയിട്ടല്ല വിശദമായ ചർച്ചകൾ പിന്നീട് നടത്തും. അരമണിക്കൂർ മാത്രം നീണ്ട യോഗത്തിൽ PJ ജോസഫ് വിഭാഗവും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊച്ചിയിൽ BJP നേതാവിനെ ആക്രമിച്ച സംഭവത്തിൽ 4 RSS പ്രവർത്തകർ അറസ്റ്റിൽ. കാക്കനാട് സ്വദേശികളായ RSS പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. BJP സംസ്ഥാന കൌൺസിൽ അംഗം സജീവനെ വീട്ടിൽ കയറിയാണ് കാൽ തല്ലിയൊടിച്ചത്. കാക്കനാട് സ്വദേശികളും RSS പ്രവർത്തകരുമായ ലാൽ ജീവൻ, വൈശാഖ്, രജീഷ്, ശരത് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. BJPയുടെ പേരിൽ സംസ്ഥാന കൌൺസിൽ അംഗം സജീവൻ അനധികൃതമായ ഫണ്ട് പിരിവ് നടത്തുന്നതടക്കം അഴിമതി ആരോപിച്ചാണ് ഇവർ ആക്രമിച്ചത്. തൃക്കാക്കര മണ്ഡലത്തിലെ BJP RSS പ്രവർത്തകർക്കിടയിൽ നാളുകളായി ഭിന്നത നിലനിൽക്കുന്നുണ്ട്. നേതൃത്വം ഇടപെട്ട പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം തൃക്കാക്കരയിൽ നടന്ന RSS പഥസഞ്ചലനത്തിലും സജീവനെ പങ്കെടുപ്പിച്ചിരുന്നില്ല. സജീവനോടുള്ള വൈരാഗ്യം RSS പ്രവർത്തകർ വീട്ടിലെത്തിയാണ് തീർത്തത്. പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാവുന്നത് RSS പ്രവർത്തകനായിട്ടുള്ള മറ്റൊരാളുടെ വീട്ടു കാര്യങ്ങളിൽ ഇയാൾ ഇടപെടുകയും അവരെക്കുറിച്ച് അപവാദം പറയുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഈ അക്രമവുമായി ബന്ധപ്പെട്ട് ഉണ്ടോ എന്ന് പോലീസ് കൂടുതൽ അന്വേഷിച്ചു വരികയാണ്. 2 ബൈക്കുകളിലെത്തിയ 4-അംഗ സംഘം സജീവനെ വടികൊണ്ടടിച്ച് കാലൊടിക്കുകയായിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സജീവന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സംശയം തോന്നിയവരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി വിശദമായി ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ 4 പേരുടെ പങ്ക് വ്യക്തമായതിനെ തുടർന്ന് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നീറ്റ് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥികളെ അടിവസ്ത്രങ്ങൾ അഴിച്ചു പരിശോധിച്ച സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമെന്ന് കമ്മീഷൻ. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് സംസ്ഥാന കമ്മീഷൻ കത്തയച്ചു. CBSE റീജിയണൽ ഡയറക്ടർ 3 ആഴ്ചയ്ക്കകം വിശദീകരണം നൽകണം. നീറ്റ് പ്രവേശന പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥികളുടെ അടിവസ്ത്രം അഴിപ്പിച്ചതിനു ശേഷം പരീക്ഷാ ഹാളിൽ പ്രവേശിപ്പിച്ചുവെന്ന പീപ്പിൾ TV വാർത്തയെ തുടർന്ന് രൂക്ഷമായ പ്രതികരണങ്ങളാണ് സമൂഹത്തിൽ നിന്നുയരുന്നത്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കത്തയച്ചു. CBSE റീജിയണൽ ഡയറക്ടർ 3 ആഴ്ചക്കകം റിപ്പോർട്ട് നൽകണമെന്നും ആവശ്യപ്പെട്ടു. കേട്ടുകേൾവിയില്ലാത്തതും ലജ്ജാകരവുമായ അനുഭവമാണ് കണ്ണൂർ ജില്ലയിൽ പെൺകുട്ടികൾക്കുണ്ടായതെന്ന് PK ശ്രീമതി MP പ്രതികരിച്ചു. മനുഷ്യത്വഹീനമായ പെരുമാറ്റം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും കർശന നടപടി ഉണ്ടാകണമെന്നും അവർ പറഞ്ഞു. ആര് കൊടുത്തു ഈ ഡയറക്ഷൻ? കേന്ദ്ര ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻ അങ്ങനെ പറയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് പരിശോധിക്കേണ്ടത് തന്നെയാണ്. ഇത് കടുത്ത മനുഷ്യാവകാശ ലംഘനത്തിന്റെ പട്ടികയിൽപ്പെടുന്നതാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റവാളികൾ, ഇത് കുറ്റകൃത്യത്തിൽപ്പെടുന്ന ഒരു കാര്യമാണ്. 17ഉം 18ഉം വയസ്സുള്ള പെൺകുട്ടികളെ ഈ രൂപത്തിൽ മറ്റാളുകളുടെ മുൻപിൽ വെച്ച് ഇതിനാണ് നികൃഷ്ടമായ എന്ന് പറയാം. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും പരാതി നൽകുമെന്നും PK ശ്രീമതി MPയും N സുകന്യയും കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അത് വനിതാ കമ്മീഷനും ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും കൊടുക്കാം, ഗവൺമെന്റിന്, മുഖ്യമന്ത്രിക്ക്
പ്രത്യേകമായിട്ടും ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. ഇതിൽ ശക്തമായിട്ടുള്ള അന്വേഷണവും പരിശോധനയും അതിനുശേഷം കുറ്റവാളികളായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളവർക്കെതിരെ നടപടിയും സ്വീകരിക്കണമെന്നുള്ള പരാതി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. കണ്ണൂരിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. നീറ്റ് പരീക്ഷയുമായി നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥിനിയുടെ അടിവസ്ത്രം അഴിപ്പിച്ച സംഭവം കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പരീക്ഷ എഴുതാൻ വന്ന കുട്ടികളുടെ മാനസിക നിലയെ പോലും തകർക്കുന്ന വിധത്തിലാണ് ഇത്തരം നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിച്ചത്. ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരു തരത്തിലും അംഗീകരിക്കുവാനാവാത്തവയാണ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടന്നതെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറ്റപ്പെടുത്തി. വിദ്യാർത്ഥിനികളുടെ വേഷവിധാനങ്ങളിൽ നിർബന്ധിത മാറ്റങ്ങൾ വരുത്തുവാൻ നിർദ്ദേശിച്ചതു മുതൽ പെൺകുട്ടികളുടെ ആഭരണങ്ങളും മറ്റും ഒഴിവാക്കുന്നതിൽ നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ട്. ഇത്തരം ജുഗുപ്സാവഹമായ തീരുമാനങ്ങൾ നടപ്പാക്കുവാൻ പാടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. DGP TP സെൻകുമാർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതായി സെൻകുമാർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സർക്കാർ നയം നടപ്പാക്കുകയാണ് പോലീസ് ചെയ്യേണ്ടതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായി സെൻകുമാർ വ്യക്തമാക്കി. സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. പുതിയ DGP-ആയി ചുമതല ഏറ്റെടുത്ത ശനിയാഴ്ച തന്നെ TP സെൻകുമാർ മുഖ്യമന്ത്രി പിണറായി വിജയനോട് കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം ചോദിച്ചിരുന്നു. അതുപ്രകാരം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം അനുവദിച്ചു. നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് 4 മണിയോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സെക്രട്ടേറിയറ്റിലെത്തിയതിനു പിന്നാലെ തന്നെ DGP TP സെൻകുമാറും സെക്രട്ടേറിയറ്റിലെത്തി. പിന്നെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ 5 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ സെൻകുമാർ തന്നെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നോട് അദ്ദേഹത്തെ ഞാൻ കണ്ടു. അതായിട്ട് ഇനിയപ്പോൾ അടുത്തുള്ള ദിവസങ്ങളിൽ വളരെ നന്നായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഉള്ള നിർദ്ദേശമാണ് കിട്ടിയിട്ടുള്ളത്. അതനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്. സർക്കാരിൻ്റെ നയങ്ങൾ സർക്കാരല്ലേ തയ്യാറാക്കുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം നയങ്ങൾ ആൾറെഡി ഉള്ളതാണ്. മനസ്സിലായോ? പുതിയ നയങ്ങൾ ഉണ്ടാക്കുന്നത് പോലീസിൻ്റെ ഇൻറ്റേർണൽ കാര്യമല്ല, അതിന് പുറത്തുള്ള കാര്യമാണ്. സർക്കാരും ഒക്കെയാണ് പുതിയ നയങ്ങൾ ഉണ്ടാക്കുന്നത്. ആ നയങ്ങൾ ഉള്ളത്, നിയമങ്ങളുള്ളത് ശരിയായ രീതിയിൽ നടപ്പാക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ ജോലി. സുപ്രീം കോടതിയിൽ നൽകിയ കോടതിയലക്ഷ്യ ഹർജി വിഷയം കൂടിക്കാഴ്ചയിൽ സംസാരിച്ചില്ലെന്നും സെൻകുമാർ അറിയിച്ചു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സെൻകുമാർ കേസിലെ വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജി പിൻവലിക്കാൻ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി. കോടതിയലക്ഷ്യ നടപടികൾ നിർത്തിവെക്കണം, വിധി നടപ്പാക്കാതിരിക്കാൻ മനഃപൂർവ്വം കാലതാമസം വരുത്തിയിട്ടില്ലെന്നും ചീഫ് സെക്രട്ടറി വ്യക്തമാക്കി. വിധിക്ക് വിരുദ്ധമായ എന്തെങ്കിലും നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിരുപാധികമായി മാപ്പ് ചോദിക്കുന്നതായും നളിനി നെറ്റോ കോടതിയെ അറിയിച്ചു. സെൻകുമാറിനെ പോലീസ് മേധാവിയായി പുനർനിയമിക്കണമെന്ന വിധി വന്ന ഏപ്രിൽ 24 മുതൽ അത് നടപ്പിലാക്കാൻ സ്വീകരിച്ച നിയമപരമായ കാര്യങ്ങൾ വിശദീകരിച്ചാണ് ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. കോടതി വിധി അനുസരിച്ച് സെൻകുമാറിനെ പോലീസ് മേധാവിയായി നിയമിച്ചു. ഉത്തരവിന്റെ പകർപ്പും സെൻകുമാർ ചുമതലകൾ ഏറ്റെടുത്തതിന്റെ തെളിവും സത്യവാങ്മൂലത്തോടൊപ്പം നളിനി നെറ്റോ കോടതിയിൽ സമർപ്പിച്ചു. വിധിക്കെതിരെ നൽകിയ പുനഃപരിശോധനാ ഹർജി പിൻവലിക്കാൻ അനുവദിക്കണം, കോടതിയലക്ഷ്യ നടപടികൾ നിർത്തിവെക്കണമെന്നും ചീഫ് സെക്രട്ടറി ആവശ്യപ്പെടുന്നു. വിധി വൈകിപ്പിക്കാൻ ചീഫ് സെക്രട്ടറി ഏതറ്റം വരെയും പോകുമെന്ന സെൻകുമാറിന്റെ കോടതിയലക്ഷ്യ ഹർജിയിലെ ആരോപണം സത്യവാങ്മൂലത്തിൽ നളിനി നെറ്റോ തെളിവുകൾ നിരത്തി എതിർക്കുന്നുണ്ട്. ഏപ്രിൽ 24 വിധി വന്നു. വിധിപ്പകർപ്പ് ലഭിച്ച 26-ാം തീയതി പുനർനിയമിക്കാനുള്ള ഫയൽ സർക്കാർ തയ്യാറാക്കി. അന്നേ ദിവസം തന്നെ നിയമ സെക്രട്ടറിയുടെയും 2 ദിവസത്തിനു ശേഷം 28-ാം തീയതി അഡ്വക്കേറ്റ് ജനറലിന്റെയും നിയമോപദേശം തേടി. 1-ാം തീയതി ലഭിച്ച അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഭേദഗതി അപേക്ഷ സമർപ്പിക്കാൻ തീരുമാനിച്ചു. ഈ അപേക്ഷയിന്മേൽ സുപ്രീം കോടതി തീരുമാനം വരുന്നതുവരെ കാത്തിരിക്കാൻ മെയ് 3 ചേർന്ന ക്യാബിനറ്റ് യോഗം തീരുമാനമെടുത്തു. 5-ാം തീയതി ഉണ്ടായ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത ദിവസം തന്നെ സെൻകുമാറിനെ പുനർനിയമിച്ചെന്നും സത്യവാങ്മൂലത്തിൽ നളിനി നെറ്റോ വിശദീകരിക്കുന്നു. അനുസരണക്കേട് കാട്ടിയിട്ടില്ല, വേഗത്തിൽ തന്നെയാണ് സർക്കാർ നടപടികൾ കൈക്കൊണ്ടത്. വിധിക്ക് വിരുദ്ധമായി ഏതെങ്കിലും നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിരുപാധികം മാപ്പ് ചോദിക്കുന്നതായും നളിനി നെറ്റോ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. സെൻകുമാർ സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജി സുപ്രീം കോടതി വാദത്തിനെടുക്കുമ്പോൾ ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണവും പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. TP സെൻകുമാറിനെ പോലീസ് മേധാവിയായി നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ സർക്കാരിന് സുപ്രീം കോടതി പിഴ ചുമത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 25,000 രൂപ ലീഗൽ സർവീസ് സൊസൈറ്റിക്ക് നൽകാനാണ് പറഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സെൻകുമാറിന്റെ കേസ് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. TP സെൻകുമാർ കേസിൽ സർക്കാരിന് തിരിച്ചടിയുണ്ടായെന്നും സർക്കാരിന് പിഴശിക്ഷ ലഭിച്ചുവെന്നും
ഈ വിഷയം ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ട കെ മുരളീധരനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എന്നാൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസായതിനാലും അടിയന്തര പ്രാധാന്യമില്ലാത്തതുകൊണ്ടും വിഷയം റൂൾ 50 അനുസരിച്ച് അവതരിപ്പിക്കാതെ പ്രതിപക്ഷം പിന്മാറണമെന്ന് സ്പീക്കർ അഭ്യർത്ഥിച്ചു. പ്രതിപക്ഷത്തിന്റെ നിലപാട് ദൗർഭാഗ്യകരമാണെന്നും സ്പീക്കർ പറഞ്ഞു. പക്ഷേ സ്പീക്കറുടെ അഭ്യർത്ഥന മുഖവിലക്കെടുക്കാതെ നോട്ടീസിലെ പരാമർശം സെറ്റിൽഡ് കേസാണെന്ന് പറഞ്ഞ് വിഷയം അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുകയായിരുന്നു. റിവ്യൂ ഹർജി തള്ളിയതും പിഴ വന്നതും സർക്കാരിനേറ്റ തിരിച്ചടിയാണ്. മേലെ ശ്രീവാസ്തവ താഴെ തച്ചങ്കരി എന്നത് മുഖ്യമന്ത്രിക്ക് പറ്റിയത് തന്നെയെന്നും മുരളീധരൻ ആരോപിച്ചു. എന്നാൽ സുപ്രീം കോടതി വിധി സഭയിൽ ആവർത്തിച്ച് വായിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകിയത്. സർക്കാർ നിയമപരമായ നടപടികളെ സ്വീകരിച്ചിട്ടുള്ളൂ. സർക്കാർ കോടതിയിൽ മാപ്പ് പറഞ്ഞിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ സർക്കാരിന് പിഴ വിധിച്ചിട്ടില്ല. സർക്കാർ മാപ്പ് പറയുകയും ഉണ്ടായിട്ടില്ല. ഇത്തരം ആരോപണം മനഃപൂർവ്വമായി സഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ഈ കേസിൽ നിയമം അനുശാസിക്കുന്ന പ്രകാരം സുപ്രീം കോടതിയിൽ വിശദീകരണത്തിനുള്ള ഹർജിയും റിവ്യൂ ഹർജിയുമാണ് സർക്കാർ നൽകിയത്. എന്നാൽ വിചാരണ സമയത്ത് സുപ്രീം കോടതി വിശദീകരണ ഹർജി തള്ളുകയും അതിൽ 25,000 രൂപ സുപ്രീം കോടതിയുടെ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ അടക്കാനും ജുവനൈൽ ജസ്റ്റിസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനുമാണ് കോടതി നിർദ്ദേശിച്ചത്. സുപ്രീം കോടതിയോട് സർക്കാർ ഒരു ഘട്ടത്തിലും അനാദരവ് കാട്ടിയിട്ടില്ല. സർക്കാരിന്റെ ഒരു പിഴവും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുമില്ല. ഈ സർക്കാർ നിയമപ്രകാരം നിയമിച്ച ഒരു DGPയെ മാറ്റി UDF സർക്കാർ നിയമവിരുദ്ധമായി നിയമിച്ച DGPയെ നിയമിക്കണമെന്ന ഉത്തരവിലെ വ്യക്തതയാണ് സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടതെന്നും വിഷയം ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തുടർന്ന് അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചു. മുഖ്യമന്ത്രിയുടെ മുഖത്തേറ്റ അടിയാണ് സുപ്രീം കോടതി വിധിയെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇതിന് മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. സർ ചോദിച്ചല്ലോ, സെലിം രാജോ മുഖ്യമന്ത്രി, നിയമസഭയിലല്ല, ഹൈക്കോടതിയുടേതായ ചോദ്യമല്ലേ. സർ 2013 ഒക്ടോബർ 24 ഹൈക്കോടതി പറയാണ് സർക്കാർ അന്വേഷണം നിഷ്പക്ഷമാകില്ല, CBI വരട്ടെ. സർ മുഖത്ത് അടി കിട്ടിയത് പിണറായി വിജയനല്ല, അടിയോടടിയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അതേസമയം സർക്കാർ വീണെടുത്ത് കിടന്ന് ഉരുളുകയാണ്. സർക്കാരിന് അടിയും കിട്ടി പുളിയും കുടിച്ചു. മുഖ്യമന്ത്രി ഭരണഘടനയെ പിച്ചിച്ചീന്തുകയാണെന്നും ആരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. നിയമസഭയിൽ നിന്ന് സുനിൽ അരിമാനൂർ. സെൻകുമാർ കേസിൽ താൻ ബലിയാടായെന്ന തോന്നലില്ലെന്ന് ലോക്നാഥ് ബെഹ്റ. സർക്കാർ നൽകുന്ന ഏത് ചുമതലയും ഏറ്റെടുക്കും. സർക്കാർ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാനുള്ള അധികാരം സർക്കാരിനുണ്ടെന്നും ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കി. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന അഴിമതി തടയുന്നതിന് മുൻഗണന നൽകുമെന്നും വിജിലൻസ് ഡയറക്ടറായി ചുമതലയേറ്റ ശേഷം അദ്ദേഹം പീപ്പിൾ ടിവിയോട് പറഞ്ഞു. സർക്കാർ നിർദ്ദേശം നടപ്പിലാക്കുകയാണ് ഉദ്യോഗസ്ഥരുടെ ദൗത്യമെന്ന് വ്യക്തമാക്കിയാണ് ലോക്നാഥ് ബെഹ്റ ചുമതലയേറ്റത്. ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാനുള്ള പൂർണ്ണ അധികാരം സർക്കാരിനാണ്. ബലിയാടാണെന്ന തോന്നലില്ല. Government servants never should feel that, because government has all the power, that is the sovereign power for governance. They can transfer, do so many things. These are all rules are there. So I am okay. മുൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് തികഞ്ഞ പ്രൊഫഷണലാണ്. ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരായ കേസുകൾ നിയമപരമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ബെഹ്റ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. നിയമപ്രകാരം അന്വേഷിക്കണം, only according to the law. Jacob is a very എൻ്റെ ബാച്ച്മെൻ്റ് ആയതുകൊണ്ട് ഞാൻ പറയാം, അദ്ദേഹം നല്ലതായിട്ട് അറിയാം എനിക്ക്. ഹി ഈസ് വെരി പാഷനറ്റ് അബൌട്ട് ഇറ്റ് ആൻഡ് ക്വൈറ്റ് പ്രൊഫഷണലാണ്. CBIയിലും NIAയിലുമുള്ള ദീർഘകാല അന്വേഷണ പരിചയം വിജിലൻസിന്റെ പ്രവർത്തനത്തിൽ ഉപയോഗപ്പെടുത്തുമെന്നും ലോക്നാഥ് ബെഹ്റ നയം വ്യക്തമാക്കി. MR സജേഷ്, തിരുവനന്തപുരം. പത്മനാഭസ്വാമി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN സതീഷിനെ മാറ്റാൻ സുപ്രീം കോടതിയിൽ ധാരണ. പകരം ആരെന്നതിൽ തർക്കം തുടരുകയാണ്. സംസ്ഥാന സർക്കാർ 3 പേരുടെ പേരുകൾ കൈമാറി. മുൻ ചീഫ് സെക്രട്ടറി നീലഗംഗാധരൻ, ഡോക്ടർ R കർണൻ എന്നീ 2 പേരുകൾ അമിക്കസ് ക്യൂറിയും സമർപ്പിച്ചു. നാളെ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. ജൂൺ 19 ശേഷം എക്സിക്യൂട്ടീവ് ഓഫീസറെ മാറ്റിയാൽ മതിയെന്ന് വിവിധ കക്ഷികൾ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. കെ മാണിയുടെ കാര്യത്തിൽ മുസ്ലിം ലീഗിന് വ്യക്തമായ നിലപാടുണ്ടെന്നും ഇക്കാര്യം നാളത്തെ UDF യോഗത്തിൽ പറയുമെന്നും PK കുഞ്ഞാലിക്കുട്ടി. ഇക്കാര്യത്തിൽ പരസ്യമായ അഭിപ്രായ പ്രകടനത്തിനില്ല. നാളെ നടക്കുന്ന UDF യോഗത്തിൽ കെ മാണിയുടെ കാര്യം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ലീഗിൻ്റെ അഭിപ്രായം ഞങ്ങൾ UDFിൽ പറയും.
ഈ വക കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി അഭിപ്രായമേ ആദ്യം പുറത്തു പറയുള്ളൂ. കാര്യങ്ങളെ കൂടുതൽ കുഴപ്പത്തിലാക്കാൻ വേണ്ടി അഭിപ്രായം ആദ്യം പറയുക, പിന്നെ ആലോചിക്കുക എന്നുള്ള രീതി ഞങ്ങൾക്കില്ല. നാളെ UDF ഉണ്ട്. കൂട്ടായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ആ കാര്യത്തിൽ ഒരു നിലപാടെടുക്കും. കടുത്ത വരൾച്ചയിൽ വീർപ്പുമുട്ടുകയാണ് ഒരു പ്രദേശമാകെ. കടലിനോട് ചേർന്ന് നിൽക്കുന്ന കോഴിക്കോട് കൊയിലാണ്ടി എഴുകുടിക്കലിലെ ജനങ്ങളാണ് ഒരു തുള്ളി കുടിവെള്ളം പോലുമില്ലാതെ പ്രയാസം അനുഭവിക്കുന്നത്. കൊടും വരൾച്ച തുടങ്ങിയിട്ട് മാസങ്ങൾ ഏറെയായി. എവിടെയും ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. കിണറുകൾ വറ്റിവരണ്ട അവസ്ഥയിൽ. കോഴിക്കോട് കൊയിലാണ്ടി ഏഴുകുടിക്കൽ എന്ന തീരപ്രദേശത്ത് നിന്നുമാണ് ഈ കാഴ്ച. കുടിവെള്ളത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നിസ്സഹായത മാത്രം. പഞ്ചായത്തിന്റെ ജലനിധി പദ്ധതിയിൽ പൈപ്പ് വെള്ളം ലഭിക്കുന്നുണ്ടെങ്കിലും അത് ആഴ്ചയിൽ 2-3 തവണ മാത്രമാണ് ലഭിക്കുക. കുടിവെള്ളമില്ലാത്തതിന്റെ ദുരിതമാണ് ഓരോരുത്തരും പങ്കുവയ്ക്കുന്നത്. കുടിവെള്ളത്തിനായി ഒരു ടാങ്ക് പഞ്ചായത്ത് നൽകിയിട്ടുണ്ടെങ്കിലും പലപ്പോഴും അതിൽ വെള്ളം വരാറില്ല എന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. ഒന്നിനും ഒരു പെരുമാറാനോ കുളിക്കാനോ എടുക്കാനോ തിരുമ്പാനോ ഒന്നിനൊരു വെള്ളമില്ലാത്ത ഇതാണ്. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പാടില്ല. ഈ വീട്ടുകാർ തന്നെ വെള്ളമില്ലാണ്ടാണ് 2 ആഴ്ചയായി വേറെ അമ്മൻ്റെ വീട്ടിൽ പോയി താമസിക്കുന്നത്. വെള്ളമില്ലാത്തത് കൊണ്ടുതന്നെ പലരും വീട് പൂട്ടി മറ്റിടങ്ങളിലേക്കും ചേക്കേറുന്നു. കൊടും വരൾച്ചയെ എങ്ങനെ മറികടക്കും എന്നറിയാതെ ദുരിതത്തിലായിരിക്കുകയാണ് ഈ പ്രദേശത്തുകാർ. തൊട്ടുമുമ്പിൽ കടലോളം വെള്ളം, കുടിക്കാനാണെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. കുടിവെള്ളത്തിനായി ഏതു വാതിൽ മുട്ടുമെന്നറിയാതെ ദുരിതത്തിലായിരിക്കുകയാണ് ഈ ജനത. ക്യാമറാമാൻ ജിബേഷിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്. ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസം അമിതാഭ് ബച്ചൻ നായകനാകുന്ന മലയാളം പരമ്പര യുദ്ധം ഇന്നു മുതൽ കൈരളി TVയിൽ സംപ്രേഷണം ചെയ്തു തുടങ്ങി. മികച്ച താരനിര തന്നെ അണിനിരക്കുന്ന പരമ്പര തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 7:30 കൈരളി TVയിൽ സംപ്രേഷണം ചെയ്യും. കേബിൾ TV വിതരണ രംഗത്തെ വെല്ലുവിളികളെ നേരിടാൻ തുടർച്ചയായ പരിശ്രമം അനിവാര്യമാണെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും NH അൻവർ ചാരിറ്റബിൾ ട്രസ്റ്റും സംഘടിപ്പിച്ച NH അൻവർ അനുസ്മരണവും മാധ്യമ അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ മാധ്യമപ്രവർത്തകൻ MV നികേഷ് കുമാർ, COA സംസ്ഥാന പ്രസിഡന്റ് K വിജയകൃഷ്ണൻ, സെക്രട്ടറി KV രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. തലശ്ശേരി കോടിയേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലബാർ CH സെന്റർ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ആതുര സേവന രംഗത്ത് ദയാവായ്പിന്റെയും മനുഷ്യസ്നേഹത്തിന്റെയും കേന്ദ്രമായി മാറിയ സെന്ററിന് ക്യാൻസർ രോഗത്താൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകാൻ ഇതിനോടകം തന്നെ സാധിച്ചിട്ടുണ്ട്. മലബാർ CH സെന്റർ ജനറൽ സെക്രട്ടറി PPA ഹമീദ്, പ്രസിഡന്റ് PPA ബമീദ്, VK അബ്ദുൽ ഖാദർ മൗലവി, CPIM ജില്ലാ സെക്രട്ടറി P ജയരാജൻ, N ഷംസീർ MLA തുടങ്ങിയവർ സംസാരിച്ചു.